എൻ്റെ പേര് പൂർണിമ. ഞാൻ സിസിയിൽ 2 മാസമായിട്ട് ഇപ്പൊ പഠിക്കുന്നുണ്ട്. നവംബർ 28-ാം തീയതി ഷിഫ്റ്റ് 1 ആയിരുന്നു എനിക്ക് ഗ്രൂപ്പ് ഡിയുടെ എക്സാം. സിസിയിൽ ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 2 മാസത്തോളമായി. സിസിയിലെ ഫുൾ ക്രൂ എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ആണെങ്കിലും ഞങ്ങളുടെ സ്വന്തം മെന്റർ വിജയലക്ഷ്മി മാം ആണെങ്കിലും വളരെ സപ്പോർട്ടീവാണ്. എടുത്തു പറയേണ്ട കുറേ ടീച്ചേഴ്സിന്റെ പേരുണ്ട്. മാത്സിന്റെ ആണെങ്കിലും അങ്ങനെ ഉള്ള കുറേ ടീച്ചേഴ്സ് ഉണ്ട്. അവരൊക്കെ നമുക്ക് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇതിനു മുമ്പും ഒരുപാട് ഇതുപോലെ ഓൺലൈൻ കോഴ്സിനും അതുപോലെ ഓഫ്ലൈൻ ആയിട്ടും ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊന്നും കിട്ടാത്ത എന്തോ ഒരു മെന്റൽ സപ്പോർട്ടും അതുപോലെ പഠിപ്പിക്കുന്നത് ഇപ്പൊ എന്നെ മാത്രം എടുത്ത് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ എനിക്കങ്ങനെ എല്ലാം ഒന്നും എല്ലാവരും പറയണ പെട്ടെന്ന് അങ്ങനെ ക്യാച്ച് ചെയ്യുന്ന ഒരാളല്ല. നമ്മള് വളരെ അതായത് ബേസിക് ലെവലിൽ തൊട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഒട്ടും കണക്കറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഒട്ടും സയൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒട്ടും ബേസിക് അറിയാൻ പാടില്ലാത്ത ഒരാൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ മനസ്സിൽ ആ ഒരു സബ്ജക്റ്റ് കേറ്റണം എന്നുള്ളത് നമ്മുടെ സിസിയിലെ ടീച്ചേഴ്സിന് നന്നായിട്ട് അറിയാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ മെന്റർ വിജയലക്ഷ്മി മാം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഓർക്കാറുണ്ട് കേട്ടോ, മിസ് ഉറങ്ങാറില്ലേന്ന്. കാരണം 4 മണിക്കൊക്കെ എണീറ്റ് പഠിക്കണമെന്ന് പറയും. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് 2 മണിക്ക് മിസ് ഓണാണ്. കാരണം നമുക്ക് വാട്സപ്പ് നോക്കുമ്പോൾ മിസ് ഇടുന്ന മെസ്സേജസ് ഒക്കെ എത്ര മണിക്കാണ് ഇടുന്നതെന്നൊക്കെ നമുക്കറിയാൻ പറ്റുന്നുണ്ട്. മിസ്സിന്റെ പിള്ളേര് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മിസ് ഉറക്കം കൂടി ഒളിച്ചിരിക്കുകയാണോ എന്നിങ്ങനെ ഞാൻ ഓർക്കാറുണ്ട്. ശരിക്കും ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ് ഞാനും. പക്ഷെ എന്നാലും മിസ്സിന്റെ മെസ്സേജ് കാണുമ്പോഴാണ് അയ്യോ മിസ് ഇങ്ങനെ പഠിക്കുന്നില്ലേ മക്കളെ എന്ന് ചോദിച്ചുകൊണ്ട് അല്ല ഇത് കാണുമ്പോഴാണ് ഞാനിങ്ങനെ ഓർക്കണം, അയ്യോ മിസ് അങ്ങനെ പറഞ്ഞില്ല അന്ന് ഇപ്പൊ തന്നെ ഇരുന്നേക്കാം എന്നും പറഞ്ഞോണ്ട്. പിന്നെ മടിയല്ല അവിടെ വിചാരിക്കണത്, നേരെ പോയി ഇരുന്ന് പഠിക്കാൻ. എന്തെങ്കിലും ഇപ്പൊ എനിക്കിത് ഗ്രൂപ്പ് ഡി എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒട്ടും ബേസിക് ഇല്ലാത്ത ഒരാൾക്ക് ആയിരുന്നു ഞാൻ. അപ്പൊ എനിക്കിപ്പൊ എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ അത് സിസിയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ ഞാൻ NTPCക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് സിസിയിൽ നിന്ന് തന്നെ പഠിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. അപ്പൊ എന്തായാലും ഇപ്പൊ ഗ്രൂപ്പ് ഡിയുടെ പഠിച്ച് നമ്മുടെ ബ്രെയിനില് കുറച്ച് എന്തൊക്കെയോ ആയി നിൽക്കുന്നുണ്ട്. ഇനി അതൊരു ബ്രേക്ക് എടുക്കാതെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നല്ലതല്ലേ എന്ന് കരുതിയിട്ട്. അപ്പൊ നമുക്കത് മെന്റൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് സിസി തന്നെയാണ് ഞാൻ എടുക്കുന്നത്.